നിയമസഭാ സമ്മേളനം വിളിക്കുന്നത് വൈകിപ്പിച്ച് സംസ്ഥാന സർക്കാർ. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം അവസാനിച്ചിട്ട് ഇന്നേക്ക് 4 മാസം. 6 മാസ പരിധിക്കുള്ളിൽ യോഗം ചേർന്നാൽ മതിയെന്ന കീഴ്വഴക്കം ഉപയോഗപ്പെടുത്താനാണ് സർക്കാരിന്റെ ശ്രമം. തുടർ വീഴ്ചകൾ സഭയിൽ ചർച്ചയാകുന്നത് തടയാനും ശ്രമമുണ്ട് എന്ന വിമർശനവും ശക്തമാണ്. ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ തുടർ പ്രതിസന്ധികൾ. കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദുവിന്റെ മരണം, തേവലക്കര സ്കൂളിലെ മിഥുന്റെ മരണം, ആശാസമരം, കീം പരീക്ഷാ റാങ്ക് ലിസ്റ്റിലെ പാളിച്ച, ധനപ്രതിസന്ധിക്കിടയിലും തുടരുന്ന ദൂർത്ത്, മതതീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കാനുള്ള നീക്കങ്ങൾ പുറത്തായത്, തുടർഭരണം കുതിച്ചിരിക്കെ നിലമ്പൂരിലെ വലിയ തോൽവി, വിവാദങ്ങൾ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയമസഭ വിളിച്ചു ചേർക്കുന്നത് സർക്കാർ പരമാവധി വൈകിപ്പിക്കുന്നത്. വിഷയങ്ങൾ സഭയിൽ ചർച്ചയാകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും തുടർന്നുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നാണ് ആശങ്ക. ഇത് പരമാവധി ഒഴിവാക്കാൻ 2 സഭാ സമ്മേളനങ്ങൾക്കിടെ പരമാവധി 6 മാസം ഇടവേള എന്ന കീഴ്വഴക്കം ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ നീക്കം. ഓഗസ്റ്റ് അവസാനവും സെപ്റ്റംബർ ആദ്യവുമായി സമ്മേളനം ചേരുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. അങ്ങനെയെങ്കിൽ 15ാം കേരള നിയമസഭയുടെ 2 സമ്മേളനങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ കാലയളവായിരിക്കുമത്. മാർച്ച് 25-ന് അവസാനിച്ച 13ാം സമ്മേളനത്തോടെ നിയമസഭ പിരിഞ്ഞിട്ട് ഇന്നേക്ക് 4 മാസം കഴിഞ്ഞു. 8-9 സമ്മേളനങ്ങൾക്കിടയിലെ 4.5 മാസം എന്നതാണ് ഈ സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും വലിയ ഇടവേള. അടുത്ത സമ്മേളനത്തോടെ ഈ റെക്കോർഡും തിരുത്തപ്പെടും. ഓണക്കാലം എന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യവും ചൂണ്ടിക്കാട്ടി പരമാവധി ദിവസങ്ങൾ കുറച്ചായിരിക്കും സമ്മേളനം ചേരുക. ജൂൺ 27-ന് സത്യപ്രതിജ്ഞ ചെയ്ത അരിയാടൻ ഷൗക്കത്ത് സഭാംഗമായി സഭാസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. 14ാം സമ്മേളനത്തിന് ശേഷം സർക്കാരിൻ്റെ കാലാവധി തീരുന്നതിന് മുൻപ് ഒരു തവണ കൂടി മാത്രമാകും സഭ സമ്മേളിക്കുക. ജനം, തിരുവനന്തപുരം.